ഹലോ വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. ഇന്നത്തെ റെസിപ്പി കോഴിയുടെ പാർട്സ് കൊണ്ട് ഒരു റോസ്റ്റാണ്. നല്ല സ്പെഷ്യലായിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉള്ള ഒരു റോസ്റ്റാണ്. അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. കോഴിയുടെ പാർട്സൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് കുക്കറിൽ 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മസാല അരച്ചെടുക്കണം. ഒരു പച്ചമുളക്, ഒരു ചെറിയുള്ളി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു സ്പൂണ് കുരുമുളക് കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ ഒരു സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകം, അത് ചേർത്ത് അരച്ച് വെക്കണം കേട്ടോ. നല്ല ജീരകം ചേർക്കണേ. ലിവറും ഇതൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ. അത് അരച്ച് അവിടെ വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഒഴിക്കുന്നത് മിസ്സായിപ്പോയി. നെയ്യിലൊഴിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യണത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. പുട്ടിൻ്റെ കൂടെ അടിപൊളിയാണ്. പുട്ട്, അപ്പം, ചപ്പാത്തി, പത്തിരി എല്ലാത്തിൻ്റെയും കൂടെയും പോകുന്ന ഒരു റോസ്റ്റാണ്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ ഈ ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റ്. നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ പാർട്സിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണേ ഉപ്പ് ചേർക്കാനായിട്ട്. നമ്മൾ ആ മസാലയൊക്കെ നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. നമ്മൾ ആ മസാലയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകവും, നല്ല ജീരകമില്ലേ, നല്ല ജീരകവും പെരുംജീരകവും കുരുമുളകും പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടോ, ഞാൻ പിന്നെയും കുറച്ചും കൂടി നെയ്യ്, ഒരു 2 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ചിക്കൻ പാർട്സ് വെളിച്ചെണ്ണ ഒഴിച്ച് തയ്യാറാക്കണേക്കാട്ടും നല്ലത് ഇതുപോലെ നെയ്യ് ഒരു 2-3 സ്പൂൺ ഒഴിച്ചിട്ട് തയ്യാറാക്കി നോക്കും. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. നല്ലൊരു മണം വരും ഈ നെയ്യിൽ ഈ സവാള കിടന്നിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ സവാളയൊക്കെ ഒന്ന് പകുതി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ പാർട്സിൽ മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടില്ല, അത് കാരണം. പിന്നെ 2-2.5 സ്പൂണ് വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കോഴിയുടെ ഈ ചിന്നമുട്ടയുടെ പാർട്സ് കോഴിക്കോട് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഈ മറ്റേ ബ്രോയിലർ കോഴി ലഗോൺ കോഴിയുടെ പാർട്സ്, അതിലിങ്ങനെ ചിന്നമുട്ട ഉണ്ടാവും. അതും ഈ കരളും കോഴിയുടെ ഹൃദയം ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണോ പാർട്സ് പറയുന്നത്. അത് ഈ ചിന്നമുട്ട വന്നു കഴിഞ്ഞാൽ ഈ പാർട്സിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കോഴിക്കോട് ഈ ലഗോൺ കോഴിയുടെ പാർട്സിന് നല്ല ഡിമാൻഡാണ്. അതിൽ ഈ ചിന്നമുട്ട വരുന്ന കാരണം അത് മാത്രം ചിന്നമുട്ട തന്നെ റോസ്റ്റ് ചെയ്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. കോഴിക്കോട് പോകുമ്പോൾ അതെല്ലാവരും അതൊന്ന് മേടിച്ച് കഴിച്ച് നോക്കും. നല്ല കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെ സൂപ്പറാണ് മക്കളെ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തല്ലോ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ ആ തക്കാളി വെന്ത് വന്നതിന് ശേഷം നമ്മൾ ആ മസാല ഇല്ലേ, അരച്ച് വെച്ച മസാല, ഈ മസാല എന്തായാലും അതിൽ ചേർക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല നമ്മൾ ചേർക്കുക, ഇതൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് വേണം ഈ ചിക്കൻ പാർട്സ് തയ്യാറാക്കിയെടുക്കാൻ. അത് 2-2.5 സ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല സ്മെല്ലാണേ. ഒരു മസാല ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പിയാണേ. നന്നായിട്ട് വഴണ്ട് വരട്ടെ. നിങ്ങൾക്ക് ഈ സവാള എടുക്കുന്നതിന് പകരം ചെറിയ ഉള്ളി ഒരു 10-12 ചെറിയ ഉള്ളിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കാട്ടും സൂപ്പറായിരിക്കും ഈ ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി. ഇനി നമുക്കൊന്നുമില്ല, ആ വേവിച്ച് വെച്ച കോഴിയുടെ പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നന്നായിട്ട് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ കോഴിയുടെ പാർട്സ് ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഇനി ഇത് കോഴിയുടെ പാർട്സ് കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന്.
നെയ്ച്ചോറിൻ്റെ കൂടിയും നല്ല രസമാണ് ഈ ഒരു കോഴിയുടെ പാർട്സ്. പിന്നെ കൊള്ളി കപ്പയില്ലേ, കപ്പ കോഴിക്കോട് പൂള എന്ന് പറയും, അതൊക്കെ വേവിച്ചിട്ട് ഇത് ഈ മസാല ഇട്ടിട്ടൊന്ന് കഴിച്ച് നോക്കൂ. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ആ മസാലയിൽ ചിക്കൻ പാർട്സ് നന്നായിട്ട് ചേർന്ന് വരട്ടെ കേട്ടോ. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ആ മസാലയിൽ കുരുമുളക് മുഴുവനോടുള്ള കുരുമുളക് അരച്ചെടുത്തിട്ടാണല്ലോ ചേർത്തിട്ടുള്ളത്. അത് കാരണം കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക്